അങ്ങ് ഇന്ന് എന്താണെന്ന് പറയും? കല്യാണം. കല്യാണം അല്ല, ഇന്ന് നോമ്പ്. പറയും ഇന്ന് നോമ്പല്ലേ? ഇത് ഫസ്റ്റത്തെ നോമ്പല്ലേ? ആ ഇങ്ങോട്ട് ഇറങ്ങി വാ, നമുക്ക് ബത്തൊക്കെ ചൂച്ചടിച്ചാലോ? ജ്യൂസടിച്ചാ ആർക്കിഷ്ട? ആർക്ക് ഇഷ്ടപ്പെട്ട ജ്യൂസ് ഏതാണ്? വേറെ നമുക്ക് ബത്തൊക്കെ ജ്യൂസടിച്ചാലോ? ഒന്ന് ബത്തൊക്കെ ജ്യൂസടിച്ചാലോ? ഇങ്ങോട്ട് ഇറങ്ങി, കോണിമന്ന് ഇങ്ങോട്ട് ഇറങ്ങി, കോണിമന്ന് ഇങ്ങോട്ട് ഇറങ്ങി. അത് എടുക്കരുത്. കോണിമന്ന് ഇങ്ങോട്ട് ഇറങ്ങി, ഇങ്ങോട്ട് ഇറങ്ങി, താഴത്തേക്ക് ഇറങ്ങി വാ. ഹലോ, അപ്പൊ ഇതാ ഇന്ന് ഫസ്റ്റ് നോൻപ്. ഞാനിതിപ്പോ വർക്ക് കഴിഞ്ഞ് ഇങ്ങനെ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇനിയുള്ള പരിപാടി ബത്തൊക്കെ ജ്യൂസ് അടിക്കുക, അതേപോലെ വെള്ളം കലക്കുക. ബത്തൊക്കെ നിർബന്ധം കേട്ടോ, 30 ദിവസം ബത്തൊക്കെ നിർബന്ധം. അത് നന്നായിട്ട് ജ്യൂസ് അടിച്ചിട്ട് അങ്ങ് ഫ്രിഡ്ജിലാണ്ട് കയറ്റി വെക്കുക. ആ ടൈം ആകുമ്പോൾ എടുക്കുക. അത് നിർബന്ധമാണ് എല്ലാ ദിവസവും കേട്ടോ. അപ്പൊ ഇന്ന് ഫസ്റ്റ് നോമ്പാണ്. അപ്പൊ നമ്മള് ബത്തൊക്കെ ജ്യൂസ് അടിച്ചാൻ വേണ്ടി പോയാലോ? അതോടെ നിന്നോട്ട് എടുക്കണ്ട. അത് വേണ്ടേ? ഇതൊക്കെ ഞാൻ വരുമ്പോ ബത്തൊക്കെ വാങ്ങിയിട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പൊ ഇത് ഫുള്ളൊന്നും എടുക്കൂല, ഇതിന്റെ പകുതി ഇന്നെടുത്തിട്ട് നമുക്ക് തിളക്കാം. അത് നാരങ്ങ ഉണ്ണി വാ, നമുക്ക് അടുക്കളയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പകുതി എടുക്കാം. ഓക്കെ, മഞ്ഞവത്തൊക്കെ നോക്കി, പക്ഷെ മഞ്ഞവത്തൊക്കെ അവിടെ കണ്ടില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇനി മഞ്ഞവത്തൊക്കെ വാങ്ങാം. ഓക്കെ ഉണ്ണിക്കുട്ടിയാ, ഇതിമെന്ന് ഒരു സെന്റർ കട്ട് ചെയ്യാം. ഈ ബത്തക്ക വെള്ളം നോൻപ് 30 നിർബന്ധമായിട്ടുള്ള കാര്യം. ഇതല്ല സാധനം. ഇത് അടിക്കുന്നത് ഞാനാണ് കേട്ടോ. ഇതില്ലെങ്കിൽ നോമ്പ് എന്തോ പോലെയാണ്. ഈ കഷ്ണത്തിലേറെ ഇഷ്ടം, കഷ്ണത്തിലേറെ ഇഷ്ടം എനിക്ക് എന്താണ്, ഇങ്ങനെ ജ്യൂസ് അടിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, നമ്മളെ ഉണ്ണിക്കുട്ടി ഇത് അവിടെ നിൽക്കുന്നുണ്ട്. എന്നാ ബത്തൊക്കെ കഴിക്കോ. കുരു ഒന്നും കളയൂല, അതൊക്കെ അതേപോലെ അങ്ങോട്ട് ഇടും. ഓക്കെ, കുരുവൊക്കെ കളയാൻ നിന്ന് കഴിഞ്ഞാൽ അതിനേ സമയമുണ്ടാകൂ. എന്താ വേണ്ടേ? ആ കുട്ടി തിന്നോ. ഇന്നു കളിക്കാൻ വേണ്ടി പോയതാ. ആ ഇന്ന് സ്കൂൾ വിട്ട് വന്ന് ചായ ഒക്കെ കുടിച്ച് കളിക്കാൻ വേണ്ടി പോയതാട്ടോ. നമ്മളവിടെ ഈ ഗ്യാസിന്റെ ഈ ഇതുകൊണ്ടേ റോഡൊക്കെ ഫുള്ള് കീറിയിരിക്കുക കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാറ്. എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട് വരിക. റോട്ടിൽ കൂടി ഒന്നും വണ്ടി വരണില്ലേ, അല്ലെങ്കിലേ റോഡ് കേട് വന്നിട്ടുള്ള റോഡാ. അതിന്റെ അടിയിൽ കൂടി ഇപ്പൊ ഈ ഗ്യാസിന്റെ ഇതിന് വേണ്ടി കീറിയും കൂടെ ചെയ്തപ്പോ ഫുള്ള് കേടായി റോഡ്. 4 ദിവസത്തോളം ആ പണി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് റോഡൊക്കെ നന്നാക്കണ്ടേ. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ കട്ട്ലേറ്റ്, പത്തിരി, ഇറച്ചിക്കറി, ബത്തക്ക ജ്യൂസ്, നാരങ്ങ വെള്ളം. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, കൂടുതലായിട്ടൊന്നുമില്ല. അതന്നെ ധാരാളം. 30 ദിവസല്ലേ? 30 ദിവസം തന്നെ കേട്ടോ. സാധനം അതേപോലെ ഇന്ന് കളിക്കാൻ പോയതാ. സാധനം മാറും, നമ്മളെ ഡ്രസ്സും മാറും. വേറെ അല്ല, സാധനം മാറും, നമ്മളെ ഡ്രസ്സും മാറും, നോമ്പും മാറും. അത്ര തന്നെ ഉള്ളു. സാധനങ്ങളൊക്കെ സെയിം ആയിക്കാറ്. എന്നും പത്തിരിയും ഇറച്ചിക്കറിയും. അതിന്റെ അടിയിൽ വല്ലപ്പോഴും ഒരു ദിവസം പൊറാട്ട, പൂള, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കോട്ടെ. അല്ലാത്ത എല്ലാ ദിവസവും പത്തിരി തന്നെ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇനി ഇത് അടിക്കട്ടെ ഗൈസ്. നമ്മളെ മിക്സി കിടന്നു. ബത്തൊക്കെ അടിച്ചാൻ വേണ്ടി നോക്കിയപ്പോ മിക്സി നമുക്ക് നല്ല പണി തന്നു കേട്ടോ. പണി തന്നു, മിക്സി കേട് വന്നു.
ഓക്കെ, അപ്പൊ നമുക്ക് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കട്ട്ലേറ്റ്, പത്തിരി, ചിക്കൻ കറി, പിന്നെ ബത്തക്ക ജ്യൂസ്, നാരങ്ങ വെള്ളം, ഇത്രേ ഉള്ളൂ. അങ്ങനെ നമ്മളെ ഒന്നാമത്തെ നോമ്പ് തുറക്കുകയാണ്. ബാങ്കൊടുത്തൊന്നും അവിടെ വന്നിരിക്കും. നോ കട്ട്ലൈറ്റ്, ബത്തക്ക, പത്തിരി, ചിക്കൻ കറി, കട്ട്ലേറ്റ്, ബത്തക്ക ജ്യൂസ് കേട്ടോ, പിന്നെ നാരങ്ങ വെള്ളം. അപ്പൊ നാരങ്ങ വീടെടുക്ക് വീടെടുക്ക് നാരങ്ങ വെള്ളം. ബത്തക്ക മധുരല്ല, വെള്ളം മധുരല്ല. കുറച്ചുകൂടെ കട്ട്ലൈറ്റ്. എന്താ കാട്ടുന്നത്? ഇത് എന്നെ കാണുന്നുണ്ടോ? ഹലോ അങ്ങനെ ഒന്നാമത്തെ നോമ്പ് കഴിഞ്ഞു. ഇനി ഒരു പത്തിരി തിന്നു പോകും. ബാക്കി തറാവി കഴിഞ്ഞതിന് ശേഷം ബാക്കി തിന്നലും ഫുള്ളട്ടോ. കുട്ടി നോമ്പൊക്കെ നോമ്പറന്നൂടെ? അവിടെ കാരൊക്കെ കടുത്ത കേട്ടോ. ഹലോ എന്റെ പത്തിരി കറി കേട്ടെ. കറി വെച്ചോ? ചിക്കൻ കറി. ഒരു ചിക്കനും കൂടെ ഇട്ടോ. കേട്ടോ, നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറി. എനിക്ക് ചിക്കൻ കറി വേണോ? ഉണ്ണിക്ക് ചിക്കൻ കറി. ചിക്കൻ കറി. ചിക്കൻ കറി. എങ്ങനെയുണ്ട് പത്തിരി? എങ്ങനെയുണ്ട് ചിക്കൻ കറി? എങ്ങനെയുണ്ട്? മറ്റേ വെള്ളത്തില് ഇതില്ല, തീരെ മധുരമില്ല. അപ്പൊ ഇനി നമ്മക്ക് പറഞ്ഞു ഒരു 2 പത്തിരി. ഇപ്പൊ 2 പത്തിരി, ബാക്കി തറാവി കഴിഞ്ഞിട്ടോ. കുറച്ച് 2-3 കറിയിൽ മുക്കിയിട്ട് തിന്ന്. അങ്ങനെ നമ്മളെ ഫസ്റ്റ് നോൻപ് ഇവിടെ കഴിഞ്ഞു. ഒരാളുടെ നോമ്പ് തുറന്നുകൊണ്ട് നിൽക്കുകയാണ്, കണ്ടില്ല? എടുത്തോണ്ട് ഉപ്പും പാത്രം എടുത്തോടുന്നു അവിടുന്ന്. മറ്റെന്തിനാ ഉപ്പ്? ഉപ്പുമാവല്ല, ഉപ്പും പാത്രമാണ് കേട്ടോ.
നല്ല സൂപ്പർ പത്തിരി. അപ്പൊ നോമ്പ് നമുക്ക് പത്തിരി ഇറച്ചി നിർബന്ധ, ബത്തക്ക ജ്യൂസും ഫേവറേറ്റ് തന്നെ പത്തിരി ഇറച്ചി. പത്തിരി. അപ്പാ ഈ തറാവി കഴിഞ്ഞിട്ടാട്ടോ, ശരിക്കും തിന്നല് തറാവി കഴിഞ്ഞിട്ടാണ്. ഇത് ജസ്റ്റ് ഒരു തിന്നു. അപ്പൊക്ക് പൊരിച്ച ചിക്കൻ ആക്കി കൂടി. ഇറച്ചി ഇഷ്ടപ്പെട്ടു. ഓരോരുത്തോളൂ. അപ്പ തറാവ് എത്ര സുജൂതാണ്? തറാവി 23 റക്കായത്ത് ഉണ്ടാവും, ഇത്ര അടക്കം. അപ്പൊ ഞങ്ങൾക്ക് ഉണ്ടാവുക നോൻപൊന്ന് ഇവിടെ തുറന്നു കഴിഞ്ഞു. അപ്പൊ നിങ്ങളുടെ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് പറയാം. പപ്പക്ക് എത്ര കറി തിന്നാലും കൊതി കെടൂല. രണ്ടാമത്തെ കറി. അപ്പൊ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ബാക്കിയുള്ള നോമ്പ് വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ വരാം. നോമ്പ് ഒന്നിന് വിശേഷം നമ്മൾ നിർത്തിട്ടാ. തറാവി കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി ഫുഡ് കഴിക്കലൊക്കെ. ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അതിലേക്കും